ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമ്മളിൽ പലവരും ജിമ്മിൽ പോകാറുണ്ട്. ചിലപ്പോൾ രാവിലെ ആയിരിക്കാം, ചിലർ നൈറ്റിലായിരിക്കും ജിമ്മിൽ പോകുന്നത്. ഈ ജിമ്മിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ശരീരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല വടിവത്ത നല്ലൊരു ശരീരം, നല്ലൊരു ബോഡി നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, 24 മണിക്കൂറിൽ തന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഏകദേശം 12 മണിക്കൂറാണ്. നമ്മുടെ ജോലികളിലായാലും അല്ലാത്ത പല കാര്യങ്ങളിലായാലും നമുക്ക് ഈ ബ്രെയിനിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാനസികമായിട്ട് ചെയ്യുന്ന ജോലികളാണ് കൂടുതലായിട്ടും. നമുക്ക് ഈ ജോലികളെന്ന് പറയുന്നത് 3 തരമുണ്ട്. മാനസികമായിട്ടുള്ള ജോലിയുണ്ട്, ശാരീരികമായിട്ടുള്ള ജോലിയുണ്ട്, മാനസികവും ശാരീരികമായിട്ടുള്ള ജോലിയുണ്ട്. ഇതിൽ ശാരീരികമായിട്ട് ജോലി ചെയ്യുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കർഷകനൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ ശാരീരികമായിട്ടുള്ളതാണ്. അത് ശരീരം മാത്രമാണ് കൂടുതലും വർക്ക് ചെയ്യണത്, ബ്രെയിൻ അധികം വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്തരം ജോലികൾക്ക് വേതനം കുറവായിരിക്കും. മാനസികമായുള്ള ജോലി എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ IT പോലെയുള്ള IT കമ്പനീസിലൊക്കെ ഉള്ള എംപ്ലോയീസ് എല്ലാം മാനസികമായുള്ള ജോലിയാണ്, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത് കാരണം അവർക്ക് സാലറി കൂടുതലായിരിക്കും. ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള ജോലികളുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ തലയെ ഉപയോഗിച്ചിട്ടും പിന്നെ ശാരീരികമായിട്ടും. നമ്മൾ ഈ ചിത്രകാരന്മാരൊക്കെ, അതേപോലെ ബുക്ക് റൈറ്റേഴ്സ്, പിന്നെ ശില്പികൾ, ചില ശില്പങ്ങളൊക്കെ കൊത്തുന്ന ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ പലതരം. അപ്പോൾ അവർക്കൊക്കെ നല്ല സാലറികളായിരിക്കും. ഇപ്പോൾ ഈ സിനിമാ നടന്മാർക്കൊക്കെ നല്ല സാലറി ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതാണ് അവർക്ക് ഇത്രയും സാലറി കിട്ടുന്നത്, കാരണം അത്രയും നല്ല അധ്വാനമുണ്ട്. നമുക്ക് ഏറ്റവും വലിയ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ കിട്ടുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി ലൂസ് ആവുന്നത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മുടെയൊക്കെ വിചാരം ശരീരം കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കരമായിട്ട് ലൂസ് ആവുന്നതാണ്. പക്ഷെ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ ചെയ്തിട്ട് നമ്മളൊരു 3 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതേ രീതിയിൽ അതേ പേസിൽ തന്നെ പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെയല്ല മാനസികമായുള്ള ജോലികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് വേണം. ഒരു 8 മണിക്കൂറൊക്കെ ഉറക്കം എന്തായാലും വേണം. അല്ലെങ്കിൽ കാരണം അത്രയും എനർജി നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി ലൂസാവുന്നത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് എക്സസൈസ് വേണം, അത് മസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും എക്സസൈസ് വേണം, ബ്രെയിനും ജിമ്മ് വേണം. ബ്രെയിൻ ജിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. അപ്പം നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിന് നല്ല എക്സസൈസ് കൊടുക്കണം. എന്നാലാണ് ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അതിന് നല്ല ഭക്ഷണം കൊടുക്കണം. അതിന് പറ്റിയ ഭക്ഷണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ തന്നെ. ഇപ്പോൾ കടല, പരിപ്പ്, നട്ട്സ്, ഡേറ്റ്സ്, അത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും, പിന്നെ നല്ല ഡയറ്റ്, ഇപ്പോൾ ഷുഗർ ഡയറ്റ് അല്ലെങ്കിൽ ഒരു നേരത്തെ ഡയറ്റോ ഒരു ദിവസത്തെ ഉപവാസങ്ങളൊക്കെ നല്ല ബ്രെയിൻ്റെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒന്നാണ്. ഇന്ന് ഞാൻ പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ വരുന്നത്. ബ്രെയിൻ ജിം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ്. ഞാൻ എല്ലാ ദിവസവും ഇതിലെ 1-2 എക്സസൈസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സസൈസും ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ അടുത്ത്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട്. അതിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ, ഇത് റാബിറ്റ്, ഇത് ഗൺ, ഇങ്ങനെ സങ്കല്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അതാണ് ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. ഇതെല്ലാ ദിവസവും ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന കാരണം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് എനിക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സസൈസാണ്, ഇതേപോലെ തന്നെയാണ്, പക്ഷേ
സിമ്പിൾസ് വ്യത്യാസമുണ്ട്. സൂപ്പർ, ഒരെണ്ണം സൂപ്പർ, ഒരെണ്ണം വിക്ടറി. ഈ സൂപ്പറിന് നമ്മൾ ഇങ്ങനെയല്ലേ പറയാം, വിക്ടറി ഇങ്ങനെയും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഭയങ്കര സ്പീഡിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു എക്സസൈസാണ് നമ്മുടെ പേര് നമ്മൾ എയറിൽ എഴുതുക. അത് നേരെയുള്ള ഓർഡറിലും പിന്നെ റിവേഴ്സായിട്ടും എഴുതുക. അതേപോലെ നമ്മുടെ സൈൻ ഓർഡറിൽ തന്നെ ഇടുക, അതേപോലെ റിവേഴ്സായിട്ട് ഇടുക. ഇത് നമ്മൾ കാലുപയോഗിച്ചിട്ടും നമ്മൾ ചെയ്യണം. കാലുപയോഗിച്ചിട്ട് നമ്മുടെ പേര് എയറിൽ എഴുതുക, അതേപോലെ തന്നെ റിവേഴ്സായിട്ട് എഴുതുക. ആ പേര് നമ്മൾ റിവേഴ്സായിട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ, നേരെ തിരിച്ചെഴുതുക. പിന്നെ നമ്മുടെ കൈയും കാലും ഉപയോഗിച്ചിട്ട് ഒരുമിച്ച് പേരെഴുതുക. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ മമ്മൂട്ടി ചെയ്യുന്നുണ്ട് ഈ ഒരു സംഗതി. നമ്മൾ കാലും കൈയും ഒരുമിച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ പേര് നേരെ എഴുതുക, പിന്നെ തിരിച്ചെഴുതുക. അപ്പോൾ ഇത്തരം എക്സസൈസുകളാണ് ഞാൻ പറയാൻ വന്നത്. ഇത്തരം എക്സസൈസുകളാണ് നമുക്ക് ബ്രെയിനിന് നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബ്രെയിനിൻ്റെ നല്ലൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. പിന്നെ നമുക്ക് കണ്ണിന് ഒരുപാട് നല്ല എക്സസൈസ് ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ വിഷന് വേണ്ടിയിട്ട് കണ്ണ് മുകളിലോട്ടും താഴത്തോട്ടും പിന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പിന്നെ റിവോൾവ് ചെയ്തിട്ടും പിന്നെ റിവേഴ്സ് ചെയ്തിട്ടും ഒക്കെ റിവോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ അറിയായിരിക്കും. ഇത് കണ്ണിൻ്റെ വിഷനും നല്ലതാണ്, കണ്ണിൻ്റെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വന്നത്. കാരണം നമ്മുടെ ബ്രെയിനിനും നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് കൊടുക്കണം. ഇത് വളരെ എളുപ്പമുള്ള എക്സസൈസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ഗുണങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ഈ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.